മഹാനായ മഅറൂഫുൽ ഖർഖി തങ്ങൾ നമ്മൾ ഓർത്തുപോവുകയാണ്. കള്ളുകുടിയന്മാരായ ഒരു പറ്റം ചെറുപ്പക്കാർ നൗകയിൽ, ബോട്ടിൽ, ദിജ്ലയിൽ, ഇറാഖിലാണ് സംഭവം നടക്കുന്നത്. അവര് മഗ്രിബ് നിസ്കാര സമയത്ത് തിമർത്താടി കള്ളുകുടിച്ച് കുറച്ച് പെൺകുട്ടികളുണ്ട്. പിന്നെ എന്താ അവിടെ നടക്കാന്ന് പറയേണ്ടതുണ്ടോ? അപ്പോഴാണ് മഅറൂഫുൽ ഖർഖിയോട് കൂടെയുള്ള മുരീദന്മാരെ പറഞ്ഞു, ഷെയ്ഖേ ഒന്ന് ദുആ ഇറക്കണേ, നിങ്ങളുടെ ദുആക്ക് ഉത്തരമുണ്ടല്ലോ. അദ്ദേഹം ദുആക്ക് ഉത്തരമുള്ള മഹാനാണ് മഅറൂഫുൽ ഖർഖി തങ്ങൾ. മഹാനവരുടെ ഒരു ഉദ്ധരണി വഴിയെ നമുക്ക് സമയമുണ്ടെങ്കിൽ വരാൻ ചർച്ച ചെയ്യാനുണ്ട്. അള്ളാഹുവിനോട് ദുആ ഇറക്കണേ, ഇവരെ ഒന്ന് നശിപ്പിക്കാൻ പറയണേ എന്ന് ചോദിച്ചു. അപ്പോൾ മഹാൻ പറയണേ, ഞാൻ ദോരക്കങ്ങൾ ആമീൻ പറഞ്ഞോളി എന്ന് പറഞ്ഞു. എല്ലാവരും ആമീൻ പറയാം. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിറങ്ങിയതാ അവര്. ദിജ്ലയുടെ പുഴയുടെ ഓരത്തുകൂടെ നടക്കുമ്പോൾ വിളക്ക് വെച്ച് ഒരു നൗക, തിമിർത്താടുന്ന ചെറുപ്പക്കാരുടെ ഒരു കൂട്ടം ആളുകൾ, ആ നാട്ടിലെ ഏറ്റവും വലിയ കച്ചറ ടീം എന്ന് പറയാം, അവരവിടെ യാത്ര ചെയ്യുന്നത്. അവരെ ഒന്ന് താഴ്ത്തിക്കളഞ്ഞാൽ ഈ നാട് നന്നാവും, അങ്ങനെയാണ് അവർ വിചാരിച്ചത്. അതുകൊണ്ട് ആ ബോട്ടൊന്ന് മുങ്ങാൻ ദ്വാരക്കോ, അദ്ദേഹം ദുആ ചെയ്തിരുന്നെങ്കിൽ ആ ബോട്ട് മുങ്ങിയിട്ടുണ്ടാവും. പക്ഷെ മഹാൻ ദുആ ചെയ്ത് മറ്റൊന്നാണ്. എന്താ ദ്വാരുന്നറിയോ? അദ്ദേഹം അള്ളാഹുവിൻ്റെ സ്വാലിഹായ ഒരു വലിയായിരുന്നു മഅറൂഫുൽ ഖർഖി റഹ്മത്തുള്ളാഹി അലൈഹി. എന്താ ദ്വാരുന്നത്? അല്ലാഹുമ്മ കമാ ഫർറഹ്തഹും ഫിദ്ദുനിയാ ഫഫർരിഹും ഫിൽ ആഖിറഹ്. അല്ലാഹുവേ, ദുനിയാവിൽ നീ ചെറുപ്പക്കാർക്ക് സന്തോഷിക്കാൻ അവസരം നൽകിയതുപോലെ നാളെ പരലോകത്ത് സന്തോഷിക്കാനും അവസരം കൊടുക്കണമേ. എല്ലാവരും എങ്ങനെ ഇതിന് ആമീൻ പറയാ? എന്താ പോയി ദോരക്കണത്? അള്ളാഹിൻ്റെ വലിയായി ദോരക്കണത് അവരെ കള്ളുകുടിയന്മാരാക്കി മാറ്റാനാണോ ദോരക്കണത്? അല്ല. നാളെ പരലോകത്ത് സന്തോഷിക്കണേ എന്ന് പറഞ്ഞാൽ ഇവർ നന്നാവണം, അപ്പോഴേ പരലോകം കിട്ടുള്ളൂ. ദുനിയാവിൽ ഏതായാലും കുറച്ച് അടിച്ചു പൊളിച്ചൊക്കെ നടന്നു, നീ ഇതൊക്കെ മതിയാക്കി പടച്ചവനെ അവരെ നീ നന്നാക്കി കൊടുക്കണമേ. ദുനിയാവിൽ അവരെ നീ ആനന്ദിപ്പിച്ച പോലെ നാളെ പരലോകത്തെ സന്തോഷിപ്പിക്കണമേ എന്നാണ് ഈ പറഞ്ഞ വാക്കിനർത്ഥം. അല്ലാഹുമ്മ കമാ ഫർറഹ്തഹും ഫിദ്ദുനിയാ ഫഫർരിഹും ഫിൽ ആഖിറ. മഹാൻ വേണമെങ്കിൽ ദ്വാരക്ക ഈ ചെറുപ്പക്കാരെ മുഴുവൻ മുക്കി താഴ്ത്തണേ പടച്ചവനെ. ടൈറ്റാനിക് മുങ്ങിയ പോലെ മുങ്ങിക്കും. പക്ഷേ മഹാൻ ദുആ ചെയ്തില്ല. മഹാൻ ദുആ ചെയ്തത് അവരെ സന്തോഷിപ്പിച്ചില്ല. റബ്ബേ, ചെറുപ്പക്കാരല്ലേ, കുറച്ച് കുരുത്തക്കേടൊക്കെ ഉണ്ടാവും, എന്നാൽ അതൊക്കെ മതിയാക്കി ഇനി അവർക്ക് ആഖിറത്തിലേക്ക് ചിന്ത വരണം. നമ്മുടെ മസ്ജിദുമായി, നമ്മുടെ മദ്രസയുമായി, നമ്മുടെ ദീനുമായി അവർക്ക് അടുപ്പം വേണം. പൊതുപ്രവർത്തനങ്ങളിലേക്ക് അവരിറങ്ങണം. അവരുടെ ആരോഗ്യവും അവരുടെ സമ്പത്തും നാടിനും രാജ്യത്തിനും സമൂഹത്തിനും നന്മയായി ഭവിക്കണം എന്ന പ്രാർത്ഥനയാണ് വേണ്ടത്. എന്നല്ലാതെ നാട് മുഴുവൻ കേടാണ്, നാട് മൊത്തം പോക്കാണ് എന്നൊരിക്കലും പറയരുത്. എല്ലാ കാലഘട്ടങ്ങളിലുമുണ്ട് നന്മയുടെ ആളുകൾ, തിന്മയുടെ ആളുകളും. അതുകൊണ്ട് മൻ ഖാല ഹലക്കന്നാസ്, ശ്രദ്ധിച്ചു മനസ്സിലാക്കണേ ഈ ഹദീസ്, വളരെ ശ്രദ്ധിക്കണം. ഒരു വാക്കുകൊണ്ട് നമ്മുടെ സർവ്വത് നഷ്ടപ്പെട്ടു. മൻ ഖാല ഹലക്കന്നാസ്, ജനങ്ങൾ മുഴുവനും നശിച്ചു, കാലം തീർന്നു, ഇനി ജനങ്ങളിൽ നന്മയില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ ഫഹുവ അഹ്ലകഹും, ആ പറഞ്ഞ ആളാണ് ആ ജനങ്ങളെ നശിപ്പിച്ചത്. അല്ലെങ്കിൽ ഫഹുവ അഹ്ലകുഹും, അവരിൽ ഏറ്റവും നശിച്ചു പോയത് ആ പറഞ്ഞവനാണെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും അത് പറയരുത്. നന്മയുടെ കവാടങ്ങൾ തുറന്നു കിടക്കുകയാണ്. അവർ നന്നായി വരും, അവർക്കൊരു നല്ല ഭാവി ഉണ്ടാകും, അവർക്ക് ശോഭനമായ ഒരു നല്ല നാള് വരാനിരിക്കുന്നു എന്ന് പ്രാർത്ഥിക്കേണ്ടവരാണ് നിങ്ങൾ. എന്നല്ലാതെ ജനങ്ങൾ നശിച്ചു, നശിക്കണം എന്ന് പറയേണ്ടവരല്ല എന്ന് പഠിപ്പിച്ചത് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മനോഹരമാണ് നബിയുടെ ഈ പഠിപ്പിക്കൽ. യാ ഹുദൈഫ, അതുകൊണ്ട് തങ്ങൾ പറയുന്നു, ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹുവിനോടാണ് ഹബീബായ നബി തങ്ങൾ മഹ്ദി ഇമാമിന്റെ കഥ പറയുന്നത്. യാ ഹുദൈഫതു ലൗ ലം യബ്ഖ മിനദ് ദുനിയാ ഇല്ലാ യൗമുൻ വാഹിദ്, ഈ ലോകം അവസാനിക്കാൻ ഇനി ഒരേ ഒരു ദിവസമേ ബാക്കിയുള്ളൂ എന്ന് സങ്കല്പിക്കുക. ലതവ്വലല്ലാഹു ദാലികൽ യൗം, ആ ഒരു ദിവസത്തെ അല്ലാഹു നീട്ടിക്കൊണ്ടുപോകും. ഹുദൈഫ, ഹത്താ യംലിക റജുലുൻ മിൻ അഹ്ലി ബൈതി, എൻ്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട തങ്ങന്മാരിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ലോകത്തിൻ്റെ അധികാരം ഏറ്റെടുക്കും ആ ഒരു ദിവസത്തേക്കെങ്കിലും. എന്ന് പറയാ ആ ഒരു ദിവസമാണെങ്കിൽ ഒറ്റ ദിവസമല്ല ഉണ്ടാവുക, 7 വർഷമുണ്ടാകുമെന്നാണ് ഇമാം മഹ്ദിയുടെ ഭരണം. പക്ഷെ തങ്ങൾ പറയാ ഒരൊറ്റ ദിവസമേ ബാക്കിയുള്ളൂ എങ്കിലും അള്ളാഹു ലോകത്തിൻ്റെ ഭരണം അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു മഹാന്റെ കയ്യിൽ അള്ളാഹു ഏൽപ്പിക്കും. തജ്രിൽ മലാഹിമു അലാ യദൈ, ധർമ്മസമരങ്ങൾ അദ്ദേഹത്തിൻ്റെ കരങ്ങളാൽ ലോകത്ത് നടക്കും. വയുദ്ഹിറുൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ ദീന് വ്യക്തമായി വരും, ദീനിന് വിജയമുണ്ടാകും. ലാ യുഖ്ലിഫു വഅദഹു വഹുവ സരീഉൽ ഹിസാബ്, ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അള്ളാഹു അവൻ്റെ തീരുമാനം നടപ്പാക്കുന്നവനുമാണ് ഹുദൈഫ എന്ന്
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സ്വാലിഹീങ്ങൾ സജ്ജനങ്ങളായി മാറുന്നത് ഒരു പെൺകുട്ടിക്ക് നന്നാവണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഒരു രാത്രി കൊണ്ട് അവൾ അള്ളാഹു സ്വാലിഹത്താക്കി മാറ്റും. ഒരു ചെറുപ്പക്കാരൻ നന്നാവണമെന്നുണ്ടെങ്കിൽ അല്ലാഹുമ്മ പടച്ചവനെ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ, എൻ്റെ ശരീരത്തെ നന്നാക്കി തരയണമേ, എനിക്ക് പരിശുദ്ധി നൽകണമേ. അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വ മൗലാഹാ, എൻ്റെ ശരീരത്തിൻ്റെ ഉടമസ്ഥനും നാഥനും നീ തന്നെയല്ലേ റബ്ബേ എന്ന് ദുആ ചെയ്താൽ ഒരു രാത്രി കൊണ്ട് ഒരു പകൽ കൊണ്ട് അള്ളാഹുവിന് നന്മ ചെയ്യാൻ കഴിയും, സ്വലാഹ് കൊടുക്കാൻ കഴിയും, അവരെ സജ്ജനങ്ങളാക്കി മാറ്റാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് നന്മ ചോദിക്കണേ. നിങ്ങളുടെ അയൽപക്കം നിങ്ങളെക്കുറിച്ച് നല്ലത് പറയണം, കൂടെ ജോലി ചെയ്യുന്നവർ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയണം, കൂടെ യാത്ര ചെയ്തവർ, നാട് വിട്ടുപോയവർ, കൂടെയുള്ളവർ അവരെ പറ്റി നല്ലത് പറയണം. ഹുമുസ്സാലിഹൂൻ, അവർ നല്ലവരാണെന്ന് അബൂ ത്വാലിബുൽ മക്കി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബുൽ ഖൂത്തിലെ ഉദ്ധരണി വെച്ചുകൊണ്ടാണ് നമ്മുടെ ചർച്ച ആരംഭിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നന്മയുടെ വഴികൾ പറഞ്ഞു തരികയാണ്. സജ്ജനങ്ങൾ ഭൂമിക്ക് തണലാണ്, നന്മയാണ്. മഹാനായ നബി തങ്ങൾ പഠിപ്പിച്ചു. താബിഈങ്ങളുടെ ഒരുപാട് ഖൗലുകളുണ്ട്. ഒരു മനുഷ്യൻ സ്വാലിഹായ ഒരാൾ മരണപ്പെട്ടു പോയാൽ അന്നൽ അർള തബ്കി അല സ്വാലിഹി 40 യൗമാ, 40 ദിവസം ഭൂമി അവർക്ക് മേൽ സങ്കടപ്പെട്ട് കരയുമെന്നാണ്. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ 40ൻ്റെ അന്ന് ഒരു പ്രാർത്ഥന വെക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ 40 എന്ന് പറയുന്ന ഒരു രീതി നമ്മുടെ നാടുകളിലൊക്കെ പലയിടങ്ങളിലും കാണാൻ പറ്റും. എന്തേ? അവർക്ക് വേണ്ടി, മരിച്ച മയ്യത്തിന് വേണ്ടി ഒരു ദുആയാണ്. എന്താ കാരണം എന്നറിയോ? 40 ദിവസം ഭൂമി കരയും. 40 കഴിഞ്ഞാൽ ആ സങ്കടപ്പെടുന്ന കാലഘട്ടം കഴിഞ്ഞു, പിന്നെ സങ്കടപ്പെടുന്ന സമയമല്ല. 40 ദിവസം വരെ ഒരു സ്വാലിഹിന് വേണ്ടി ഭൂമി കരയുമെന്ന് വിശുദ്ധമായ അഥറുകളിൽ കാണാൻ പറ്റും. അതായിരിക്കണം ഈ 40 കഴിക്കുക എന്ന് പറയുന്നതിൻ്റെ തെളിവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 40 ദിവസം സങ്കടപ്പെടുമെന്നാണ് ഭൂമി, സജ്ജനങ്ങൾ മരിച്ചുപോയാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയട്ടെ, മൻ ഗദാ യുരീദുൽ ഇൽമ ലാ യതഅല്ലമുഹു ഇല്ലാ ലില്ലാഹ്, ഇൽമ പഠിക്കാൻ വേണ്ടി ഒരാൾ നടന്നു വന്നാൽ, യാത്ര ചെയ്താൽ, ഈ സദസ്സിലേക്ക് നിങ്ങൾ വന്നതും അള്ളാഹു അങ്ങനെ തന്നെയായി സ്വീകരിക്കട്ടെ. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ് പഠിക്കാൻ വേണ്ടി ആരെങ്കിലും നടന്നു വന്നാൽ, വാഹനം കയറി ബൈക്കിലാണെങ്കിലും ഒന്നും കുഴപ്പമില്ല, ഞാൻ ഇപ്പോൾ ഫ്ലൈറ്റ് കയറിയിട്ടാണ് വന്നത് ദുബൈയിൽ നിന്ന്, എങ്ങനെയാണെങ്കിലും ഇൽമ പറയാനും പഠിപ്പിക്കാനുമുള്ള യാത്ര. ഇല്ലാ ഫതഹല്ലാഹു ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള വാതിൽ അല്ലാഹു അവർക്ക് തുറന്നു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമ അന്വേഷിക്കാനും ഇൽമ പറയാനും പഠിക്കാനുമുള്ള യാത്രയാണെങ്കിൽ വഫറശതു ലഹുൽ മലായികതു അലൈഹിമുസ്സലാമു അക്നാഫഹാ, അല്ലാഹുവിൻ്റെ മലക്കുകൾ അവരുടെ ചിറകുകൾ ഇൽമ പഠിക്കാൻ വരുന്നവർക്ക് താഴ്ത്തിക്കൊടുക്കും. വസല്ലത അലൈഹി മലായികത്തുസ് സമാവാതി വഹീതാനുൽ ബഹർ, നമ്മുടെ സമുദ്രങ്ങളിൽ കിടക്കുന്ന മത്സ്യങ്ങളും ആകാശലോകത്തെ മലക്കുകളും ഇൽമ പഠിക്കാൻ വന്നിരിക്കുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വാലിഹീങ്ങളാവാൻ ഏറ്റവും എളുപ്പമായ വഴി, ഏറ്റവും നല്ല ഷോർട്ട് കട്ട് ഇൽമിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കലാണ്. വെറുതെ ഇരിക്കരുത്. ഒരു നല്ല വാഴോ ഒരു ഉപദേശമോ കേട്ടുകൊണ്ടിരിക്കുക, നല്ല കിതാബ്, ഒരു ഗ്രന്ഥം, ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുക, നല്ലത് എഴുതിക്കൊണ്ടിരിക്കുക, നല്ലതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുക, ഇതൊക്കെ വലിയ ഇബാദത്താണ്. തഫക്കുറു സഅത്തിൻ ഖൈറുൻ മിൻ അൽഫി റക്അ, 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ കൂലി 1 മണിക്കൂർ അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിച്ചിരുന്നാൽ കിട്ടുന്നതാണ്. 1 മണിക്കൂർ. അപ്പം നമ്മളിപ്പോൾ 2 മണിക്കൂർ വേളാണെങ്കിൽ മിനിമം 2000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച കൂലിയാണ്. 2000 റക്അത്ത് നിസ്കരിക്കാൻ മുട്ടുംകാല് പണിയാവൂലേ? 2000 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുമോ നമുക്ക് 2 മണിക്കൂറുണ്ട്? അല്ലെങ്കിൽ ഈ രാത്രിയിൽ നിസ്കരിക്കാൻ പറ്റുമോ? 1000 കിട്ടുമോ? 500 റക്അത്ത് കിട്ടുമോ? ഇല്ല. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്തക്ക് അത്രയാണ് കൂലി. എന്ന് പറഞ്ഞാൽ എന്തേ? ഈ പ്രപഞ്ചം, there is nothing worthier than the name and the topic of Allah. അള്ളാഹുവിൻ്റെ നാമം, പടച്ചതമ്പുരാനെ കുറിച്ചുള്ള വിഷയം, അതിനേക്കാളും മൂല്യമുള്ള ഒന്ന് ഈ ലോകത്തില്ല. അതല്ലേ ഈ ലോകത്തിൻ്റെ എല്ലാം. He is the essence of the creation. He is the creator. He is the sustainer. He is the one and only Allahu, the self-eternal. എല്ലാമായ റബ്ബ്. ആ റബ്ബല്ലാതെ എന്താണ് ഈ ലോകത്തുള്ളൂ? ബാക്കിയൊക്കെ സൃഷ്ടികളാണ്. അതുകൊണ്ട് റബ്ബിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് അത്ര വലിയ കൂലിയാണ്.
സ്വലാഹിൻ്റെ നന്മയുടെ വഴിയിലേക്ക് കടക്കണമെങ്കിൽ നമ്മൾ പഠിക്കണം, മക്കളെ പഠിപ്പിക്കും വേണം. നബി തങ്ങൾ പറയട്ടെ, വലിൽ ആലിമി മിനൽ ഫദ്ലി അലൽ ആബിദി കൽ ഖമരി ലൈലത്തൽ ബദ്രി അലാ അസ്ഗരി കൗകബിൻ ഫിസ് സമാ. അറിവില്ലാതെ ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനേക്കാളും അറിവുള്ള ഒരു നല്ല മനുഷ്യൻ അല്ലാഹു നൽകുന്ന സ്ഥാനം ആകാശലോകങ്ങളിൽ എവിടെയോ കിടക്കുന്ന ചെറിയ മിന്നിമറയുന്ന ഒരു നക്ഷത്രത്തെക്കാൾ പൂർണ്ണചന്ദ്രനായി 14-ാം രാവിലെ സുമുഖനായി ഉദിച്ചുയർന്നു വരുന്ന പൂർണ്ണചന്ദ്രൻ എത്ര മഹത്വമുണ്ടോ ഒരു നക്ഷത്രത്തെക്കാൾ അതിനേക്കാളും മഹത്വം സാധാരണ ഒരു ഇബാദത്ത് ചെയ്യുന്ന ഇൽമില്ലാത്ത മനുഷ്യനേക്കാളും ഒരു ആലിമിന് അല്ലാഹു സ്ഥാനം കൊടുക്കുന്നുണ്ട്. വൽ ഉലമാഉ വറസത്തുൽ അംബിയാ. അല്ലാഹുവിൻ്റെ പ്രവാചകന്മാർ നബിമാരുടെ അനന്തരാവകാശികളാണ് ആലിമീങ്ങൾ, പണ്ഡിതന്മാർ. അമ്പിയാക്കന്മാർ വാപ്പ മരിച്ച ചോദിക്കും ഖാദിമാർ, അനന്തരാവകാശികൾ എത്ര ഉണ്ട്? അപ്പോൾ പറയും, മക്കളൊക്കെ പറയും, ഞങ്ങളൊക്കെ അനന്തരാവകാശികളാണ്. അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികൾ ആരെന്നറിയുമോ? ഇൽമ പഠിച്ച പണ്ഡിതന്മാരാണ്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, അനന്തരം എടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവരുടെ സ്വത്ത് ഓഹരി വെക്കാൻ കാത്തിരിക്കുന്നവരാണ് എന്ന്. ഒരിക്കലുമല്ല. ഇന്നൽ അംബിയാ, അല്ലാഹുവിൻ്റെ പ്രവാചകന്മാർ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമ, ഒരു വെള്ളി നാണയമോ സ്വർണ്ണ നാണയമോ ഇവിടെ ഇട്ടേച്ചു പോയിട്ടില്ല. അവരിട്ടേച്ചു പോകുന്നത് ഉമ്മത്തിൻ്റെ പൊതുമുതലാണെന്നാണ് അല്ലാഹുവിൻ്റെ നിയമം. വലാകിന്നഹും വറസുൽ ഇൽമ, എന്നാൽ അവരിട്ടേച്ചു പോയത് ഇൽമാണ്. ആ ഇൽമാണ് ആലിമീങ്ങൾ പഠിക്കുന്നത്. ഫമൻ അഖദഹു അഖദ ബിഹദ്ദിഹി. അതുകൊണ്ട് മക്കളെ ഇൽമ പഠിക്കാൻ പറഞ്ഞേച്ചാൽ ഏറ്റവും മഹത്വമുള്ള സൗഭാഗ്യമുള്ള ഒരു കാര്യമാണ് അവർ ചെയ്തത്. ഒരു ആലിമിന്റെ മരണം പരിഹരിക്കാൻ കഴിയാത്ത മുസീബത്താണ്. ഒരു ആലിമിന്റെ മരണം, ഒരു പണ്ഡിതൻ മരിച്ചു കഴിഞ്ഞാൽ അതൊരു മുസീബത്താണ്. ലാ തുജ്ബറു, അതിന് പകരം വെക്കാൻ കഴിയില്ല. ഒരിക്കലും അടച്ചു വെക്കാൻ കഴിയാത്ത ദ്വാരമാണ് ഒരു ആലിമായ മനുഷ്യന്റെ മരണം. വെളിച്ചം നഷ്ടപ്പെട്ട നക്ഷത്രമാണത്. ഒരു ആലിം മരിക്കുന്നതിനേക്കാളും നല്ലത് ഒരു ഖബീലയിലെ ആയിരക്കണക്കിന് ആളുകൾ മരിക്കലാണ്. എന്നാലും ഒരു ആലിം ജീവിച്ചിരിക്കണം. ഒരു ആലിമിന്റെ മരണം നികത്താൻ കഴിയാത്ത വിടവാണ്, പരിഹരിക്കാൻ കഴിയാത്ത പരീക്ഷണമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്ക് ആലിമീങ്ങളാവാൻ കഴിഞ്ഞില്ല. നമ്മുടെ മക്കളാക്കാൻ പറ്റിയില്ല. ഇവിടെ മദ്രസയുണ്ട്, ദർസുകളുണ്ട്, അറബി കോളേജുകളുണ്ട്, യതീംഖാനകളുണ്ട്. അവിടേക്ക് ഭക്ഷണം കൊടുക്കുക, ആ മക്കൾക്ക് എന്തെങ്കിലും സഹായം കൊടുക്കുക, ആ സ്ഥാപനങ്ങളെ നമ്മൾ സഹായിക്കുന്നു. ഇതൊക്കെ നമുക്ക് ഈ പ്രതിഫലം കിട്ടാൻ കാരണമാണ്. മൗതുൽ ആലിമി സുൽമത്തുൻ ഫിൽ ഇസ്ലാമി ലാ തുസദ്ദു മഖ്തലഫൽ ലൈലു വന്നഹാർ. മഹാനായ ശംസുൽ ഉലമാ തങ്ങൾ വഫാത്തായി, കണീത്തുസ്താദ് വഫാത്തായി പോയി, സൈനുൽ ഉലമ വഫാത്തായി. എത്രയോ സാത്വികരായ പണ്ഡിത ശ്രേഷ്ഠന്മാർ ഈ ഉമ്മത്തിൽ നിന്ന് നമുക്ക് നഷ്ടമായിട്ടുണ്ട്. ആ നഷ്ടം നമുക്ക് ഇന്നും നികത്താൻ കഴിയില്ല. പുതിയൊരു ആലിം മരിക്കുമ്പോൾ അത് വേറെ നഷ്ടമാണ്. ആലിമീങ്ങളുടെ മരണങ്ങൾ നഷ്ടമാണ്. ലാ തുജ്ബർ, അത്രമേൽ അല്ലാഹു സ്ഥാനം കൊടുക്കുന്നവരാണ് അല്ലാഹുവിൻ്റെ ആലിമീങ്ങൾ. അതുകൊണ്ട് ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കൽ സ്വലാഹിൻ്റെ സ്വാലിഹീങ്ങളുടെ വഴിയിലേക്ക് കടക്കാനുള്ള എളുപ്പ വഴിയാണ്. ഒരു ദിവസം ഒരു ഹദീസെങ്കിലും പഠിക്കുക, ഒരു ദിവസം ഒരായത്ത്, അതിൻ്റെ അർത്ഥം, അതിൻ്റെ തഫ്സീർ പഠിക്കുക. ഒന്ന് മതി, കുറേ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. നമ്മൾ മക്കളും കൂടെ ഇരുന്ന് ഒരു നബിചരിത്രം, എത്രയോ പുസ്തകങ്ങൾ കിട്ടൂല, എത്രയോ. നിങ്ങൾ എവിടെയും കിട്ടണില്ലെങ്കിൽ ബുക്ക് പ്ലസ് ഉണ്ട്, ചമ്മാട് ദാർഹുദയുടെ. കുട്ടികൾക്ക് പഠിക്കാനുള്ള കഥകളും ചരിത്രങ്ങളും അടങ്ങുന്ന ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള പുസ്തകങ്ങൾ, നല്ല നല്ല ദീനി ചരിതങ്ങൾ, നൂറുകണക്കിന് ഗ്രന്ഥങ്ങളാണ് കിടക്കുന്നത്. ബുക്ക് പ്ലസ്. ഇനി വേറെ ഒരുപാട് നമ്മുടെ സ്ഥാപനങ്ങളുണ്ട്. എവിടെയെങ്കിലും പോയിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു ചരിത്രം ഒരു ദിവസം നമുക്ക് പഠിക്കാൻ പറ്റും, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും പറ്റും. മാഷാ അല്ലാഹ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ഷാമിൽ ഖുതുബ നിർവഹിച്ച ഒരു ചരിത്രമുണ്ട്. അന്ന് പ്ലാഗ് വന്ന കാലം, കൊറോണ കാലൊക്കെ മറന്നു പഠിച്ചവനെ. നമ്മുടെ ഈ ഓണം റോഡുകൾ വരെ ബ്ലോക്ക് ചെയ്തിരുന്നൊരു കാലം. നിങ്ങൾ ആലോചിച്ച്, നിങ്ങൾ ഓർമ്മയുണ്ടതൊക്കെ അതിൻ്റെ ഭീകരത ആലോചിച്ചാൽ തന്നെ ബോധം കിടും. ഒരു മീൻ വരില്ല, ഒരു ഭക്ഷണം വരില്ല, പച്ചക്കറി വരാനില്ല.
ആ പി എന്ന് പറഞ്ഞ് മീൻ കൊണ്ടുവരുന്ന ആൾക്കാരൊന്നും അപ്പം വരില്ല. എന്ത് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കല്ലേ, ബൈക്കെടുത്ത് പോയ അടി. എന്തായിരുന്നു കാലം, ആരും മറന്നപ്പോൾ അതൊക്കെ. ഉമ്മായെ വാപ്പയെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കഴിയില്ല, അവിടെ ആർക്കും നിൽക്കാൻ പറ്റൂല, മരിച്ച മയ്യത്തിനെ കാണാൻ കിട്ടണില്ല, കുളിപ്പിക്കാൻ പറ്റണില്ല, എന്തൊക്കെ കഴിഞ്ഞു പോയി റബ്ബേ. ത്വാഊൻ, അങ്ങനത്തെ ഒരു പ്ലാഗ് മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ഷാമിലുള്ളപ്പോൾ ഒരു പ്ലാഗ് വന്നിരുന്നവിടെ, പകർച്ചവ്യാധി. മഹാനവറുകൾ പറഞ്ഞു, ഇന്നഹാ റഹ്മത്തു റബ്ബിക്കും, ഇത് അല്ലാഹു നിങ്ങൾക്ക് തന്ന റഹ്മത്താണ്, വദഅവതു നബിയിക്കും, നിങ്ങളുടെ നബിയുടെ പ്രാർത്ഥനയാണ്, വഖബ്ദു സ്വാലിഹീന ഖബ്ലക്കും, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ സ്വാലിഹീങ്ങൾ പ്ലാഗിൽ മരിച്ചു പോയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഇത് അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്തായി തന്നതാണ്. മുഅ്മിനീങ്ങൾക്കത് റഹ്മത്താണ്. തിന്മ ചെയ്യുന്ന ആളുകൾക്ക്, ഫാസിഖീങ്ങളായ ആളുകൾക്ക് അത് ശിക്ഷയാണ്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുന്ന ഹദീസുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി ത്വാഊൻ. ഈ കോവിഡൊക്കെ ഇപ്പോഴുണ്ട്, ഇനി ഖിയാമത്ത് നാൾ വരെ പോകുന്നു തോന്നണില്ല. അത് കനം കുറഞ്ഞു എന്ന് മാത്രം. ജലദോഷം വരെ കേട്ടിങ്ങനെ പോകുന്നുണ്ട്, എല്ലായിടത്തും ഉണ്ട്. സെക്കൻഡ് വേവ്, തേർഡ് വേവ് എന്നൊക്കെ പറഞ്ഞ് നിർത്തിയതാണ്. അപ്പോൾ വേവ് 50-60 ആയിട്ടുണ്ടാവും. അത് അങ്ങനെ ഒരു പകർച്ചവ്യാധി വന്നാൽ അത് എടുത്തു പോകാൻ സമയമെടുക്കും. അള്ളാഹുവിൻ്റെ തീരുമാനം ഉണ്ടെങ്കിൽ പടച്ചതമ്പുരാൻ അത് പെട്ടെന്ന് ഒഴിവാക്കി തരും. അള്ളാഹു സലാമത്താക്കി തരട്ടെ. പക്ഷെ ലോകത്തിൻ്റെ പല പേരുകൾക്കുന്നില്ലേ, പുതിയ പുതിയ പേരുകളിൽ. ചിലതൊക്കെ നമ്മൾ വാർത്ത വായിക്കും, ചിലത് പേടിക്കും, ചിലത് പേടിക്കാണ്ടിരിക്കും. അതിൻ്റെ വകഭേദങ്ങൾ അതിപ്പോഴും അതിന് ലോകത്ത് മാഞ്ഞു പോകാൻ സമയമെടുക്കും. പകർച്ചവ്യാധിയാണ് അത്. അതിൻ്റെ പല തരത്തിലുള്ള ശകലങ്ങൾ ബാക്കിയുണ്ടാവും. എനിക്ക് പേടിയാവുന്നത് നബിതങ്ങൾ ഖിയാമത്തിൻ്റെ മുമ്പ് ഒരു വലിയ പകർച്ചവ്യാധി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തുമ്മ ഖിയാനുൻ അല്ല തുമ്മ മൂഥാനുൻ തഖുദു ഫീകും കഖുആസിൽ ഗനം. ആടുകളുടെ മൂക്കിന് വരുന്നൊരു അസുഖമുണ്ട്. അത് വന്ന ആടുകൾ തളർന്നു വീഴലാണ്. അതുപോലെ നിങ്ങൾ ഓരോരുത്തർക്കും ലോകത്തൊന്നാകെ പടർന്നു പിടിക്കുന്ന ഒരു പകർച്ചവ്യാധി അന്ത്യനാളിൻ്റെ മുമ്പ് വരുന്നുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പേടിക്കാൻ വേണ്ടി പറയല്ല, അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ നബി തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അനിത്വാഊൻ, നബിയെ പകർച്ചവ്യാധി വന്നാൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് അതിൻ്റെ അവസ്ഥ? ഫഖാല, അതിന് മറുപടിയായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ കൊടുത്ത മറുപടി, കാന അദാബൻ യബ്അസുഹു അല്ലാഹു അലാ മൻ കാന ഖബ്ലകും, നിങ്ങളിലെ മുൻഗാമികൾക്ക് അല്ലാഹു പരീക്ഷണമായി, അദാബായി, ശിക്ഷയായി ഇറക്കി കൊടുത്തതായിരുന്നുവത്. ഒരു സമൂഹം ഒന്നാകെ മരിക്കുക, പാൻഡമിക്, മുൻഗാമികൾക്ക് അല്ലാഹു അദാബായി കൊടുത്തതാണ്. ഫജഅലഹു അല്ലാഹു റഹ്മത്തൻ ലിൽ മുഅ്മിനീൻ, ആ പകർച്ചവ്യാധി മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു റഹ്മത്താണ്, കരുണയാണ് നൽകിയത്, കരുണയായിട്ടാണ് നൽകിയത്. അതുകൊണ്ട് മാമിൻ അബ്ദിൻ യകൂനു ഫീ ബലദിൻ ഫയകൂനു ഫീഹി, ഏതെങ്കിലും ഒരു നാട്ടിൽ പകർച്ചവ്യാധി ഉണ്ടാവുകയാണെങ്കിൽ ലാ യഖ്റുജു സ്വാബിറൻ മുഹ്തസിബാ, ക്ഷമിച്ചുകൊണ്ട് അല്ലാഹു കൂലി തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആ നാട്ടിൽ നിന്ന് പുറത്തു പോകരുത്. മരുന്നും ഭക്ഷണം കൊണ്ടു കൊടുക്കരുത് എന്നല്ല പറഞ്ഞതിനർത്ഥം. ആ നാട്ടുകാർ പുറത്തു പോകരുത്. പുറം നാട്ടുകാർക്ക് സാധനം എത്തിച്ചു കൊടുക്കാം, ബോർഡറിൽ കൊടുത്താൽ പോരെ. മാ മിൻ അബ്ദിൻ യകൂനു ഫീ ബലദിൻ ഫയകൂനു ഫീഹി ലാ യഖ്റുജു സാബിറൻ മുഹ്തസിബാ, ആ നാട്ടിൽ നിന്ന് പുറത്തു പോകരുത്, പുറത്തു നാട്ടുകാർ അവിടേക്കും വരരുത്. അങ്ങനെ ചെയ്താൽ ഇല്ലാ മാ കതബല്ലാഹു ലാ യഅലമു അന്നഹു ലാ യുസീബുഹു ഇല്ലാ മാ കതബല്ലാഹു ല, അല്ലാഹു എനിക്ക് നിശ്ചയിച്ചത് മാത്രമേ എനിക്ക് വരൂ എന്ന ബോധത്തിൽ ഒരാൾ നിലനിൽക്കുകയാണെങ്കിൽ. എത്രയോ കൊറോണ സമയത്ത് നൂറുകണക്കിന് രോഗികളെ ആശുപത്രിയിലേക്ക് തോളിൽ വെച്ച് കൊണ്ടുപോയ ആൾക്കാരുണ്ട്, അവർക്ക് കൊറോണ വന്നിട്ടില്ല. അത്ഭുതമല്ലേ? എന്നാൽ പേഴ്സ് വരെ കഴുകിയിട്ട് പോക്കറ്റിടുന്ന ആൾക്കാർ, ഭക്ഷണം വെച്ചാൽ ഭക്ഷണം വരെ സാനിറ്റൈസ് ചെയ്തിട്ട് കഴിക്കണ മനുഷ്യന്മാർ, ആ ഒരു തുമ്പൽ കിട്ടി അപ്പോഴേക്കും കൊറോണ വന്നു. അതിൽ മരിച്ചു പോയവരുണ്ട്, അല്ലാത്തവരുണ്ട്. പേടിച്ച് 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 ജീവിച്ചവരിൽ ഒരുപാട് ആൾക്ക് വന്നു. ഒരു കൂസലില്ലാതെ. ഗൾഫിലൊക്കെ അബുദാബി തന്നെ, കേജിങ്ങളുടെ അല്ല, അബുദാബിയിൽ നമ്മുടെ KMCCയുടെ പ്രവർത്തകർ, എനിക്കറിയുന്ന കുറച്ച് ചെറുപ്പക്കാർ പറയാം, നമ്മുടെ കാസർഗോഡത്തെ കുട്ടികൾ തന്നെ,
താഴെ ഒരാൾക്ക് പൊരിഞ്ഞ കോവിഡാണ്, ഓൻ മേലെ കിടക്കുന്നുണ്ട്, ഇവൻ എന്തെങ്കിലും ആയി എടുത്ത് കൊണ്ടുപോകുന്നത് അവനാണ്. അങ്ങനെ ഒരേ റൂമിൽ കിടന്ന ആളുകൾ. നമ്മളവിടെ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ എൻ്റെ ബാക്കിലൂടെ കോണി വെച്ചെടുത്തിട്ട് ആൾ കയറിയപ്പോൾ കോണി വലിച്ച ആൾക്കാരാ, നീ ഇറങ്ങി വരണ്ടെന്ന് വിചാരിച്ചിട്ട്. ഒരേ റൂമിൽ പ്രവാസ ലോകത്തിൻ്റെ ഒരു നന്മ അതാ, ഭയങ്കര സ്നേഹമായിരിക്കും. ഒരേ റൂമിൽ ഒരു കുഴപ്പം വന്നിട്ടില്ല. എന്നാൽ അസുഖം വന്നവരുണ്ട്, വരാത്തവരുമുണ്ട്. അതിനർത്ഥം എന്താ? അസുഖമായിട്ടല്ല പരക്കുന്നത്, അതിൽ അള്ളാഹുവിൻ്റെ ഒരു ഇടപെടലുണ്ടെന്ന്. അതുകൊണ്ടാണ് ലൻ യുസീബന ഖുൽ ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ. നബിയെ പറയണം, അള്ളാഹു നിശ്ചയിച്ചതേ എനിക്ക് സംഭവിക്കൂ. അങ്ങനെ വിശ്വസിക്കേണ്ടത്. അള്ളാഹ് ആ നബി ഞങ്ങൾ എന്നെ പറയണത്, പ്ലാഗ് വരുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോകണ്ട, അവിടെ ഉള്ളവർ പുറത്ത് കിടക്കും വേണ്ട, അവിടെ നിൽക്കുമ്പോഴേ പുറത്തു പോകാൻ, പഠിച്ചോനെ എനിക്ക് അസുഖം വരുമെന്ന് പേടിക്കണ്ട, അള്ളാഹ് കണക്കാക്കിയതേ നിങ്ങൾക്ക് വരൂ. അതിൻ്റെ കാരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ നബി നിങ്ങൾ പറഞ്ഞു. പക്ഷേ ഈമാൻ അതിൻ്റെ മീതയാ നിൽക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും അള്ളാഹ് കണക്കാക്കിയിട്ടുണ്ടോ, ഞാൻ ഇതിലായിരിക്കും മരിക്കുക, അല്ലെങ്കിൽ അസുഖം ഭേദമാവും, അല്ലെങ്കിൽ എനിക്ക് വരൂല, അല്ലെങ്കിൽ വന്നാലേ ചെറിയ തുമ്മലായിട്ടങ്ങ് പോകും എന്നല്ലാതെ അള്ളാഹിനെ പേടിക്കുന്നതിനെക്കാളും വലിയ പേടിയാ കൊറോണയെ പേടിച്ചത്. വല്ല കാര്യം ഉണ്ടായോ? ഇല്ല. യഖാഫൂനഹും കഖൗഫില്ല, അള്ളാഹുവിനെ പേടിക്കണ പോലെയൊക്കെ പേടിച്ചു, ഭയങ്കര പേടി. കൊറോണ തന്നെ അസറായിൽ എന്നൊക്കെ വിചാരിച്ചു പോയതില്ല അന്നത്തെ കാലം. യാ അള്ളാഹ്, ആ പേടിച്ചതിൻ്റെ പകുതി അള്ളാഹിനെ പേടിച്ചിട്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ടിനി.